ഹായ് ഫ്രണ്ട്സ്, നൗറാസ് ഫുഡ് കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പി പരിചയപ്പെടാം. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് എങ്ങനെയാണ് കുറുമ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് സമയം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്കതിലേക്ക് 5 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം. കൂടെ തന്നെ ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 തൊണ്ടമുളകും ഒരു 4-5 പച്ചമുളകുമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് നമുക്ക് സവാളയുടെ എണ്ണമൊക്കെ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 15 മിനിറ്റ് നേരം ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ ഇതുപോലെ അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കിയെടുക്കാം. ചിക്കൻ്റെ കൂടെ നമ്മൾ പൊട്ടറ്റോയും കൂടെ നേരത്തെ ആഡ് ചെയ്തിരുന്നെങ്കിൽ പൊട്ടറ്റോ എല്ലാം കൂടെ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് നേരം ചിക്കൻ വെന്തതിന് ശേഷം മാത്രം പൊട്ടറ്റോ ആഡ് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് 50 ഗ്രാം കുതിർത്ത അണ്ടിപ്പരിപ്പും 1 മുറി തേങ്ങയും കൂടി നല്ലതുപോലെ നല്ല മഷി പോലെ മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു 10 മിനിറ്റും കൂടി നമ്മുടെ ചിക്കൻ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനും പൊട്ടറ്റോയും ഒക്കെ ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിനി വളരെ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറുമയ്ക്ക് എപ്പോഴും കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒരല്പം മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഒന്ന് പതുക്കെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ചിക്കൻ കുറുമ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.